PSC ക്രൗണിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ ലാബ് അസിസ്റ്റന്റിന് വേണ്ടിയിട്ടുള്ള ഒരു ക്ലാസ് ആണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ 2 ദിവസമായിട്ട് നമ്മൾ ലാബ് അസിസ്റ്റന്റിന് വേണ്ടി ലാബ് അസിസ്റ്റന്റ് മെയിൻസിന് വേണ്ടി ക്ലാസ്സുകൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ലാബ് അസിസ്റ്റന്റ് മെയിൻസ് എന്താണെന്ന് അറിയാലോ, ജൂൺ 21 തീയതിയാണ് മെയിൻ പരീക്ഷ നടക്കാൻ പോകുന്നത്. അപ്പോൾ അതിനുവേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഹെൽപ്പ് ആവുന്ന രീതിയിലാണ് നമ്മൾ ഈ വീഡിയോസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഓരോ പ്രധാനപ്പെട്ട ടോപ്പിക്സും എടുത്ത് ആ ഒരു ടോപ്പിക്കിൽ നിന്ന് ഇതിനു മുൻപുള്ള വർഷങ്ങളിൽ ചോദിച്ചുള്ള മുഴുവൻ ചോദ്യങ്ങളും റിലേറ്റഡ് ഫാക്റ്റുമാണ് നമ്മൾ ഓരോ ക്ലാസ്സിലും ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇത് 3ാമത്തെ വീഡിയോ ആണ്. മാരത്തൺ വീഡിയോ ആയിട്ട് 50 ഡേ ചലഞ്ച് ആണ് നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ 3ാമത്തെ വീഡിയോ ആണിത്. ഇതിനു മുമ്പ് 2 വീഡിയോ കണ്ടു നോക്കാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കണം കേട്ടോ. പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടേക്കാം, എല്ലാവരും കണ്ടു നോക്കുക. ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ മെൻഷൻ ചെയ്തേക്കാം, എല്ലാവരും ആ വീഡിയോ കൂടി കണ്ടു നോക്കണം കേട്ടോ. നിങ്ങൾക്ക് അത് ഉപകാരപ്പെടുന്നതായിരിക്കും. ആദ്യമായിട്ടാണ് PSC ക്രൗൺ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേട്ടോ. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം തുടർന്ന് വീഡിയോ കാണണേ. അതുപോലെ വീഡിയോക്ക് ലൈക്ക് അടിക്കുക, ഇഷ്ടപ്പെടുകയാണെന്ന് കമന്റ് ചെയ്ത് കൂടി നമ്മളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക കേട്ടോ. അസിസ്റ്റന്റ് സെയിൽസ്മാന് വേണ്ടി പഠിക്കുന്ന അല്ലെങ്കിൽ ലാബ് അസിസ്റ്റന്റിന് വേണ്ടി പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി നമ്മൾ ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. SCRT പാഠപുസ്തകത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. 11 സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ചോദ്യം ഉത്തരം എന്ന രീതിയിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇത് വായിച്ചെടുത്ത് പോകാനും സാധിക്കും. ചുരുങ്ങിയ സമയം കൊണ്ട് നല്ലൊരു റാങ്കിലേക്ക് എത്താൻ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ബാങ്ക് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ആർക്കും വേണമെങ്കിൽ സ്ക്രീൻ കാണുന്ന നമ്പറിൽ ലാബ് അസിസ്റ്റന്റ് എന്ന് പറഞ്ഞ് വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഇന്നത്തെ ക്ലാസ് നമ്മൾ പഠിക്കാൻ പോകുന്നത് കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങളും അനുബന്ധ വസ്തുതകളുമാണ്. പദ്ധതിയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന ഏറ്റവും അനുയോജ്യമായത് ഏതെല്ലാം എന്നാണ് ചോദിച്ചേക്കുന്നത്. വിദ്യാജ്യോതി പദ്ധതിയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നതിൽ ഏറ്റവും അനുയോജ്യമായത് ഏതെല്ലാം? കേരള സാമൂഹ്യനീതി വകുപ്പ് സാമൂഹ്യ സുരക്ഷാ മിഷൻ മുഖേന നടപ്പിലാക്കി. ആ പ്രസ്താവന ശരിയാണോ? ആ പ്രസ്താവന ശരിയാണല്ലേ. ഭിന്നശേഷിക്കുള്ള വിഭാഗത്തിലെ കുട്ടികളുടെ വിദ്യാഭ്യാസപരമായ ഉൾച്ചേരലിലേക്ക് ഉയർച്ചയിലേക്ക് കൊണ്ടുവരുന്നതിനാണിത്. പ്രസ്താവന ശരിയാണോ? ആ പ്രസ്താവനയും ശരിയാണ്. പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടപ്പിലാക്കുന്ന കർമ്മ പരിപാടി. പ്രസ്താവന തെറ്റാണ്. ആദിവാസി വിഭാഗത്തിലുള്ള കുട്ടികൾക്ക് നൽകുന്ന വിദ്യാഭ്യാസ പദ്ധതി. ആ പ്രസ്താവനയും തെറ്റാണ്. അപ്പോൾ ഇത് അനുയോജ്യമായിട്ടുള്ള പ്രസ്താവന എന്ന് പറയുമ്പോൾ 1ഉം 2ഉമാണ് ശരിയായിട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ ഉത്തരം ഓപ്ഷൻ ബി ആണ് കേട്ടോ. ഇനി അടുത്ത ചോദ്യം നോക്കാം. വാത്സല്യനിധി പദ്ധതിയെ സംബന്ധിക്കുന്ന ഏറ്റവും അനുയോജ്യമായ പ്രസ്താവന ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. പട്ടികജാതി വിഭാഗങ്ങളിൽ ഉൾപ്പെട്ട പെൺകുട്ടികളുടെ സമഗ്ര വികസനത്തിനായി 1 ലക്ഷം രൂപ വരെ വരുമാനം പരിധി വരുന്ന മാതാപിതാക്കളുടെ പെൺകുട്ടികൾ നൽകുന്ന ഇൻഷുറൻസ് അധിഷ്ഠിത സമഗ്ര പദ്ധതിയാണ്. അപ്പോൾ 1ാമത്തെ പ്രസ്താവന ശരിയാണോ? 1ാമത്തെ പ്രസ്താവന ശരിയാണ്. OBC വിഭാഗത്തിലുള്ള പെൺകുട്ടികൾക്ക് നൽകുന്ന ധനസഹായം. പ്രസ്താവന തെറ്റാണ്. പട്ടികജാതി വകുപ്പും ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയും ചേർന്ന് സംയുക്തമായി നടപ്പിലാക്കുന്ന പദ്ധതി. പ്രസ്താവന ശരിയാണ്. അമ്മ തൊട്ടിൽ ജനിക്കുന്ന കുട്ടികൾക്ക് നൽകുന്ന ഒറ്റത്തവണ ധനസഹായം. പ്രസ്താവന തെറ്റാണ്. അപ്പോൾ വാത്സല്യ നിധി പദ്ധതിയെ സംബന്ധിക്കുന്ന ഏറ്റവും യോജിച്ച പ്രസ്താവന എന്ന് പറയുന്നത് 1ഉം 3ഉമാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. അടുത്ത ചോദ്യം നോക്കാം. സ്നേഹസ്വാതന്ത്ര്യം പദ്ധതി ആർക്കാണ് നൽകി വരുന്നത്? അപ്പോൾ ഇതിനകത്ത് ഏതാണ് സ്നേഹസ്വാതന്ത്ര്യം പദ്ധതി നൽകി വരുന്നത്? ഇതിൽ റൈറ്റ് ആൻസർ ആയിട്ട് വരിക ഓപ്ഷൻ 1ആണ് കേട്ടോ. അതായത് ഓപ്ഷൻ എ ആണ് ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ ഇപ്പോൾ തന്നെ പഠിച്ചു പോയിക്ക് സ്നേഹസാന്ത്വനം പദ്ധതി ആർക്ക് നൽകി വരുന്നതാണ്? സംസ്ഥാനത്തെ എൻഡോസൾഫാൻ ഇരകൾക്കുള്ള പ്രതിമാസ ധനസഹായമാണ്. സംസ്ഥാനത്തെ എൻഡോസൾഫാൻ ഇരകൾക്കുള്ള പ്രതിമാസ ധനസഹായമാണ് ഏത്? സ്നേഹസാന്ത്വനം പദ്ധതി എന്ന് പറയുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ അവയവദാനവുമായി ബന്ധപ്പെട്ട പദ്ധതി ഏത്? താഴെ പറയുന്നവയിൽ അവയവദാനവുമായി ബന്ധപ്പെട്ട പദ്ധതി ഏതാണ്? അപ്പോൾ ഏതാണ് ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്? മൃത് സഞ്ജീവനിയാണ് കേട്ടോ. അപ്പോൾ അവയവദാനവുമായി ബന്ധപ്പെട്ട പദ്ധതി എന്ന് പറഞ്ഞതാണ് മൃത് സഞ്ജീവനിയാണ്. അടുത്തത് അശ്വമേധം പദ്ധതി ഏത് രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഏത് രോഗവുമായിട്ടാണ് അശ്വമേധം പദ്ധതി ബന്ധപ്പെട്ടിരിക്കുന്നത്? കുഷ്ഠമാണ് കേട്ടോ. ഏതാണ്? കുഷ്ഠമാണ്. ഓപ്ഷൻ സി കുഷ്ഠം. അപ്പോൾ അവയവദാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് മൃതസഞ്ജീവനിയാണ്. അശ്വമേധം പദ്ധതി ബന്ധപ്പെട്ടിരിക്കുന്നത് കുഷ്ഠമാണ്. അടുത്തത് സംസ്ഥാന സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ പഠിക്കുന്ന 1 മുതൽ 8 വരെയുള്ള മറ്റ് പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് നൽകുന്ന പദ്ധതി. അപ്പോൾ സംസ്ഥാന സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ പഠിക്കുന്ന 1 മുതൽ 8 വരെയുള്ള പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് നൽകുന്ന സ്കോളർഷിപ്പ് പദ്ധതി ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ് ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരിക? കെടാവിളക്കാണ് കേട്ടോ. സംസ്ഥാനത്ത് സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ പഠിക്കുന്ന 1 മുതൽ 8 വരെയുള്ള മറ്റു പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് നൽകുന്ന സ്കോളർഷിപ്പിൻ്റെ പേരെന്താണ്? കെടാവിളക്ക്. എന്താണ്? കെടാവിളക്ക്.
അടുത്തത് മൃദുസഞ്ജീവിനി പദ്ധതിയുടെ ഗുഡ് വിൽ അംബാസിഡർ ആര്? മൃദുസഞ്ജീവിനി പദ്ധതിയുടെ ഗുഡ് വിൽ അംബാസിഡർ ആരാണ്? മോഹൻലാലാണ് കേട്ടോ. മോഹൻലാലാണ് മൃദുസഞ്ജീവിനി പദ്ധതിയുടെ ഗുഡ് വിൽ അംബാസിഡർ എന്ന് പറയുന്നത്. ഇനി താഴെ പറയുന്നവയിൽ എക്സൈസ് വകുപ്പുമായി ബന്ധപ്പെട്ട പദ്ധതി, താഴെ പറയുന്നവയിൽ എക്സൈസ് വകുപ്പുമായി ബന്ധപ്പെട്ട പദ്ധതി ഏതാണ് പദ്ധതി? ഓപ്ഷൻ എ വിമുക്തിയാണ് കേട്ടോ. വിമുക്തിയാണ് ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരിക. അടുത്തത് സർക്കാർ ജീവനക്കാർക്ക് വേണ്ടിയുള്ള ഇൻഷുറൻസ് പദ്ധതി ഏത്? സർക്കാർ ജീവനക്കാർക്ക് വേണ്ടിയുള്ള ഇൻഷുറൻസ് പദ്ധതി ഏത് എന്നാണ് ചോദിച്ചേക്കുന്നത്. ഏതാണ്? മെഡിസെപ്പ് ആണ് കേട്ടോ. ഏതാണ്? മെഡിസെപ്പ് ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, കേരളത്തിലെ ഭിന്നശേഷിക്കാരായ വ്യക്തികൾക്ക് നൽകുന്ന ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുടെ പേരെന്ത്? കേരളത്തിലെ ഭിന്നശേഷിക്കാരായ വ്യക്തികൾക്ക് നൽകുന്ന ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുടെ പേരെന്ത് എന്നാണ് ചോദിച്ചേക്കുന്നത്. അടുത്തത്, സംസ്ഥാനത്തെ അംഗപരിമിതർക്ക് പ്രതിവർഷം 1 ലക്ഷം രൂപ വരെ ആരോഗ്യ ഇൻഷുറൻസ് ലഭ്യമാകുന്ന പദ്ധതി. സംസ്ഥാനത്തെ അംഗപരിമിതർക്ക് പ്രതിവർഷം 1 ലക്ഷം രൂപ വരെ ആരോഗ്യ ഇൻഷുറൻസ് ലഭ്യമാകുന്ന പദ്ധതിയാണ് നിരാമയ എന്ന് പറയുന്നത് കേട്ടോ. ഏതാണ് പദ്ധതിയുടെ പേര്? നിരാമയ എന്നതാണ് പദ്ധതിയുടെ പേരായിട്ട് വരുന്നത്. അടുത്തത്, 2023 നാഷണൽ ഹെൽത്ത് കെയർ അവാർഡ് ലഭിച്ച കേരള സർക്കാർ പദ്ധതി. 2023 നാഷണൽ ഹെൽത്ത് കെയർ അവാർഡ് ലഭിച്ച കേരള സർക്കാർ പദ്ധതിയാണ് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി. ഏതാണ്? കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി. കൗമാരക്കാരിലെ ജീവിതശൈലി രോഗങ്ങൾ തുടക്കത്തിലെ കണ്ടെത്തി പരിഹരിക്കാൻ ഹയർ സെക്കൻഡറി സ്കൂളുകൾ കേന്ദ്രീകരിച്ച് സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന ആരോഗ്യ സർവേ പദ്ധതിയാണ് ഏതാണ്? ഓപ്ഷൻ സി സശ്രദ്ധമാണ് കേട്ടോ. ഓപ്ഷൻ സി ആണ് ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. സംസ്ഥാനത്തെ അംഗപരിമിതർക്ക് പ്രതിവർഷം 1 ലക്ഷം രൂപ വരെ ആരോഗ്യ ഇൻഷുറൻസ് ലഭ്യമാകുന്ന പദ്ധതിയാണ് നിരാമയ. ഏതാണ്? നിരാമയ പദ്ധതി. അടുത്ത ചോദ്യം, ലഹരി വിമുക്ത പ്രവർത്തനങ്ങൾക്കായി കേരള സർക്കാർ തുടങ്ങിയ പദ്ധതി. ലഹരി വിമുക്ത പ്രവർത്തനങ്ങൾക്കായി കേരള സർക്കാർ തുടങ്ങിയ പദ്ധതി ഏത് എന്നാണ് ചോദിച്ചേക്കുന്നത്. ഏതാണ്? വിമുക്തിയാണ് കേട്ടോ. വിമുക്തിയാണ് റൈറ്റ് ആൻസർ. സംസ്ഥാന സർക്കാരിൻ്റെ സമന്വയ തുടർ വിദ്യാഭ്യാസ പദ്ധതി ആർക്കു വേണ്ടി ആരംഭിച്ചതാണ്? സംസ്ഥാന സർക്കാരിൻ്റെ സമന്വയ തുടർ വിദ്യാഭ്യാസ പദ്ധതി ആർക്കു വേണ്ടി ആരംഭിച്ചതാണ് എന്നാണ് ചോദിച്ചേക്കുന്നത്. ട്രാൻസ്ജെൻഡേഴ്സിനാണ് കേട്ടോ. അപ്പോൾ സർക്കാരിൻ്റെ സമന്വയ പദ്ധതി ആർക്ക് വേണ്ടിയിട്ടുള്ളതാണ്? ട്രാൻസ്ജെൻഡേഴ്സിന് വേണ്ടിയാണ്. ലഹരി വിമുക്ത പ്രവർത്തനം കേരള സർക്കാർ തുടങ്ങിയ പദ്ധതിയാണ് വിമുക്തി. വിമുക്ത ആ വാക്കി തന്നെ ഉണ്ടല്ലേ, വിമുക്തി വിമുക്തി. അപ്പോൾ വിമുക്തി എന്ന് കണക്ട് ചെയ്ത് ഓർത്തിരിക്കുക കേട്ടോ. അടുത്തത്, എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് വേണ്ടി കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ നടത്തുന്ന പ്രതിമാസ ധനസഹായ പദ്ധതിയാണ് ഏത്? സ്നേഹസാന്ത്വനം. ഏതാണ്? സ്നേഹസാന്ത്വനം. എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് വേണ്ടി കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ നടത്തുന്ന പ്രതിമാസ ധനസഹായ പദ്ധതി സ്നേഹസാന്ത്വനം ആണ്. അടുത്ത ചോദ്യം, സംസ്ഥാനത്തെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി മാറ്റാൻ ലക്ഷ്യമിട്ടുന്ന പദ്ധതി. സംസ്ഥാനത്തെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി മാറ്റാൻ ലക്ഷ്യമിട്ട പദ്ധതി ഏതാണ് ആ പദ്ധതി? ആർദ്രമാണ് കേട്ടോ. ഏതാണ്? ആർദ്രമാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. അടുത്ത ചോദ്യം, റോഡ് അപകടങ്ങൾ കുറയ്ക്കാനും ഗതാഗത നിയമലംഘനം തടയാനും സംസ്ഥാനത്തെ മോട്ടോർ വകുപ്പ് AI അധിഷ്ഠിത ക്യാമറകൾ സ്ഥാപിച്ച പദ്ധതി. റോഡ് അപകടങ്ങൾ കുറയ്ക്കാനും ഗതാഗത നിയമലംഘനം തടയാനും സംസ്ഥാനത്തെ മോട്ടോർ വാഹന വകുപ്പ് AI അധിഷ്ഠിത ക്യാമറകൾ സ്ഥാപിച്ച പദ്ധതി ഏത് എന്നാണ് ചോദിച്ചേക്കുന്നത്. ഏതാണത്? സേഫ് കേരളയാണ് കേട്ടോ. സേഫ് കേരളയാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. അടുത്ത ചോദ്യം, 18 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണത്തിനുള്ള സേവനങ്ങൾ ഉറപ്പുവരുത്തുന്ന പദ്ധതി. 18 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണത്തിനുള്ള സേവനങ്ങൾ ഉറപ്പുവരുത്തുന്ന പദ്ധതി ഏത് എന്നാണ് ചോദിച്ചേക്കുന്നത്. ആരോഗ്യ കിരണമാണ് കേട്ടോ. റൈറ്റ് ആൻസർ ആയിട്ട് വരിക ആരോഗ്യ കിരണം. വാക്കി തന്നെ ഉണ്ട് ആരോഗ്യ സംരക്ഷണത്തിനായി. അപ്പോൾ ആരോഗ്യ കിരണം എന്ന് കണക്ട് ചെയ്ത് ഓർത്തിരിക്കുക കേട്ടോ. അടുത്ത ചോദ്യം, കേരളത്തിലെ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചുകളിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടും തൊഴിൽ ലഭിക്കാത്ത മുതിർന്ന പൗരന്മാർക്കുള്ള സ്വയം തൊഴിൽ പദ്ധതി. കേരളത്തിലെ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചുകളിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടും തൊഴിൽ ലഭിക്കാത്ത മുതിർന്ന പൗരന്മാർക്കുള്ള സ്വയം തൊഴിൽ പദ്ധതിയുടെ പേര് എന്ത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നവജീവനാണ് കേട്ടോ. നവജീവനാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. അടുത്ത ചോദ്യം ഡിസ്കസ് ചെയ്തൊരു ചോദ്യമായിരുന്നു. 18 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണത്തിനായുള്ള സേവനങ്ങൾ ഉറപ്പുവരുത്തുന്ന പദ്ധതിയാണ് ഏത്? ആരോഗ്യ കിരണം എന്ന് പറയുന്നത്.
ഇനി കേരളത്തെ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചുകളിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടും തൊഴിൽ ലഭിക്കാത്ത മുതിർന്ന പൗരന്മാർക്കുള്ള സ്വയം തൊഴിൽ പദ്ധതിയുടെ പേരെന്തായിരുന്നു? നവജീവൻ. ഏതായിരുന്നു? നവജീവൻ. മാതാപിതാക്കൾ രണ്ടുപേരും അഥവാ ഒരാൾ മരണപ്പെട്ട സാമ്പത്തിക പരിമിതികൾ അനുഭവിക്കുന്ന കുടുംബങ്ങളിലെ കുട്ടികൾക്ക് സ്വഭവനങ്ങളിൽ ഓർ ബന്ധുഭവനങ്ങളിൽ താമസിച്ച് വിദ്യാഭ്യാസം ചെയ്യാൻ കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ പ്രതിമാസം നൽകുന്ന ധനസഹായ പദ്ധതിയുടെ പേരെന്ത്? ഏതാണ്? സ്നേഹപൂർവ്വമാണ് കേട്ടോ. മാതാപിതാക്കൾ രണ്ടുപേരുമോ അല്ലെങ്കിൽ ഒരാളോ മരിച്ച പരാധീനരായിട്ടുള്ള അനുഭവിക്കുന്ന കുടുംബങ്ങൾക്ക് കുട്ടികൾക്ക് സ്വയം ഭവനങ്ങളിലോ ഓർ ബന്ധുഭവനങ്ങളിലോ നിന്ന് വിദ്യാഭ്യാസം ചെയ്യുന്നതിന് വേണ്ടി സർക്കാർ നൽകുന്ന ഒരു ധനസഹായ പദ്ധതിയാണേത്? സ്നേഹപൂർവ്വം എന്ന് പറയുന്ന പദ്ധതി. അടുത്തത്, കുട്ടികളിലെ പ്രമേഹം കണ്ടെത്താനും ചികിത്സാ സഹായമേകാനുമുള്ള കേരള സർക്കാരിൻ്റെ പ്രത്യേക പദ്ധതി ഏതാണത്? മന്ദഹാസമാണ്. ഏതാണ്? മന്ദഹാസമാണ് ഇവിടെ റൈറ്റ് ആൻസറായിട്ട് വരിക. അടുത്തത്, വരുമാനവും തൊഴിലും ഉറപ്പാക്കി 6429 കുടുംബങ്ങളെ 100 ദിവസത്തിനുള്ളിൽ അതിദരിദ്രത്തിൽ നിന്ന് മോചിപ്പിക്കാൻ കേരള സംസ്ഥാന കുടുംബം നടപ്പിലാക്കുന്ന പദ്ധതി. വരുമാനവും തൊഴിലും ഉറപ്പാക്കി 6429 കുടുംബങ്ങളെ 100 ദിവസത്തിനുള്ളിൽ അതിദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിക്കാൻ കേരള സംസ്ഥാനം നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഉജ്ജീവനം പദ്ധതിയാണ് കേട്ടോ. റൈറ്റ് ആൻസറായിട്ട് വരിക ഓപ്ഷൻ ഡി, ഉജ്ജീവനം പദ്ധതിയാണ്. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ പദ്ധതി അല്ലാത്തത്, താഴെ കൊടുത്തിരിക്കുന്ന കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ്റെ പദ്ധതി അല്ലാത്തത് ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ് പദ്ധതി അല്ലാത്തത്? താലോലമാണോ? താലോലം ശരിയാണ്. സ്നേഹപൂർവ്വം ശരിയാണ്. ശ്രുതി തരംഗം ശരിയാണ്. കുടുംബശ്രീ എന്ന് പറഞ്ഞ പോയിന്റ് തെറ്റാണ്. ബാക്കി താലോലം, സ്നേഹപൂർവ്വം, ശ്രുതിതരംഗം ഒക്കെ കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ്റെ പദ്ധതിയാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ അല്ലാത്ത കുടുംബശ്രീയാണ്. റൈറ്റ് ആൻസറായിട്ട് ഇപ്പോൾ വരിക ഓപ്ഷൻ ഡി ആയിരിക്കും കേട്ടോ. അടുത്തത്, അക്രമങ്ങൾ, അപകടങ്ങൾ, പ്രകൃതി ദുരന്തങ്ങൾ എന്നിവയ്ക്ക് ഇരയാകുന്ന ഭിന്നശേഷിക്കാർക്ക് ധനസഹായം നൽകുന്ന കേരള സർക്കാർ പദ്ധതി ഏത് എന്ന് ചോദിച്ചേക്കുന്നത്. ഏതാണ്? പരിരക്ഷയാണ് കേട്ടോ. ആക്രമണങ്ങൾ, അപകടങ്ങൾ, പ്രകൃതി ദുരന്തങ്ങൾ എന്നിവയ്ക്ക് ഇരയാകുന്ന ഭിന്നശേഷിക്കാർക്ക് ധനസഹായം നൽകുന്ന കേരള സർക്കാർ പദ്ധതിയുടെ പേരാണേത്? പരിരക്ഷ എന്ന് പറയുന്നത്. അടുത്തത്, കർഷകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് ആദായകരമായ വില ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതി ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ റൈറ്റ് ആൻസറായിട്ട് വരിക PM ആശാ യോജനയാണ് കേട്ടോ. ഓപ്ഷൻ ഡി, PM ആശാ യോജനയാണ് കർഷകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് ആദായകരമായ വില ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതി. ഭിന്നശേഷിക്കാരായ അമ്മമാർക്ക് പ്രസവാനന്തരം കുഞ്ഞിനെ പരിപാലിക്കുന്നതിനും അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനു വേണ്ടി കേരള സർക്കാർ സാമൂഹ്യ നീതി വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതി. ഭിന്നശേഷിക്കാരായ അമ്മമാർക്ക് പ്രസവാനന്തരം കുഞ്ഞിനെ പരിപാലിക്കുന്നതിനും അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനു വേണ്ടി കേരള സർക്കാർ സാമൂഹ്യ നീതി വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയാണ് മാതൃജ്യോതി. ഏതാണ്? ഓപ്ഷൻ എ, മാതൃജ്യോതിയാണ് ഇവിടെ റൈറ്റ് ആൻസറായിട്ട് വരിക. അടുത്ത ചോദ്യം, മാനസിക രോഗവിമുക്തിയായവരുടെ പുനരധിവാസത്തിനുള്ള സർക്കാരിൻ്റെ പുനരധിവാസ പദ്ധതി. മാനസിക രോഗവിമുക്തിയായവരുടെ പുനരധിവാസത്തിനുള്ള സർക്കാരിൻ്റെ പുനരധിവാസ പദ്ധതി ഏത് എന്നാണ് ചോദിച്ചേക്കുന്നത്. ഏതാണ്? സ്നേഹക്കൂടാണ്. ഓപ്ഷൻ ബി, സ്നേഹക്കൂടാണ് ഇവിടെ റൈറ്റ് ആൻസറായിട്ട് വരിക. കേരളത്തിലെ അവിവാഹിതരായ മാതാപിതാക്കളെ സഹായിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനു വേണ്ടി കേരള സർക്കാർ കൊണ്ടുവന്ന പദ്ധതി. കേരളത്തിലെ അവിവാഹിതരായ മാതാപിതാക്കളെ സഹായിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനും വേണ്ടി കേരള സർക്കാർ കൊണ്ടുവന്ന പദ്ധതിയാണ് ഏത്? സ്നേഹസ്പർശം. ഏതാണ്? സ്നേഹസ്പർശമാണ് ഇവിടെ റൈറ്റ് ആൻസറായിട്ട് വരുന്നത്. ഓൺലൈൻ കുറ്റകൃത്യങ്ങളെയും ചൂഷണങ്ങളെയും പറ്റി കുട്ടികളെ ബോധവൽക്കരിക്കുന്നതിനായി കേരള പോലീസും ബച്ചുപൻ ബച്ചാവോ ആന്തോളൻ എന്ന സംഘടനയും സംയുക്തമായി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് കൂട്ട് എന്ന് പറയുന്നത് കേട്ടോ. ഓപ്ഷൻ ഡി, കൂട്ടാണ് റൈറ്റ് ആൻസറായിട്ട് വരിക. ഓൺലൈൻ കുറ്റകൃത്യങ്ങളെക്കുറിച്ച് ചൂഷണങ്ങളെപ്പറ്റിയും കുട്ടികളെ ബോധവൽക്കരിക്കുന്നതിനായി കേരള പോലീസും ബച്ചുപൻ ബച്ചാവോ ആന്തോളൻ എന്ന സംഘടനയും സംയുക്തമായി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഏത്? കൂട്ട് എന്ന് പറയുന്ന പദ്ധതി. അപ്പം നമുക്ക് കുറച്ച് പ്രധാനപ്പെട്ട ക്ഷേമ പദ്ധതികളെക്കുറിച്ച് ഒന്ന് നോക്കാം കേട്ടോ. അതിലൊന്നാണ് ശലഭം എന്ന് പറയുന്നത് കേട്ടോ. ശലഭം പദ്ധതി എന്താണ്? ശലഭം എന്ന് പറഞ്ഞ ശലഭം പദ്ധതി എന്താണെന്ന്?
ജനിച്ച് 24 മണിക്കൂറിനുള്ളിൽ നവജാത ശിശുക്കളിൽ പരിശോധനകൾ നടത്തി വൈകല്യങ്ങൾ കണ്ടെത്താൻ സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ശലഭം. എന്താണ്? ജനിച്ച് 24 മണിക്കൂറിനുള്ളിൽ നവജാത ശിശുക്കളിൽ പരിശോധനകൾ നടത്തി വൈകല്യങ്ങൾ കണ്ടെത്താൻ സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതിയുടെ പേരെന്താണ്? ശലഭം എന്നതാണ്. മറ്റൊരു പദ്ധതിയാണ് ശ്രുതി തരംഗം എന്ന് പറഞ്ഞ പദ്ധതി. ശ്രുതി തരംഗം എന്താണ്? ശ്രുതി തരംഗം എന്ന് പറഞ്ഞാൽ കേട്ടിട്ടുണ്ടോ? ശ്രുതി തരംഗം അതായത് കേൾവി വൈകല്യമുള്ള കുട്ടികൾക്ക് സൗജന്യ കോക്ലിയർ ശസ്ത്രക്രിയ സഹായം നൽകുന്ന പദ്ധതി. അപ്പോൾ കേൾവി വൈകല്യമുള്ള കുട്ടികളിൽ സൗജന്യ കോക്ലിയർ ശസ്ത്രക്രിയ സഹായം നൽകുന്ന പദ്ധതിയാണ് ഇത് ശ്രുതി തരംഗം എന്ന് പറയുന്നത് കേട്ടോ. ഇനി അടുത്താണ് ഹൃദ്യം പദ്ധതി. എന്താണ് ഹൃദ്യം പദ്ധതി? ഇതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ? അപ്പോൾ ഹൃദ്യം പദ്ധതി എന്ന് പറഞ്ഞാൽ നവജാത ശിശുക്കൾ മുതൽ 18 വയസ്സ് വരെയുള്ള കുട്ടികളിൽ ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ സൗജന്യ ചികിത്സാ പദ്ധതി. നവജാത ശിശുക്കളിൽ മുതൽ 18 വയസ്സുള്ള കുട്ടികളിൽ ഹൃദയ സംബന്ധമായ അസുഖങ്ങൾക്കുള്ള സൗജന്യ ചികിത്സാ പദ്ധതിയാണ് ഏത്? ഹൃദ്യം എന്ന് പറയുന്നത് കേട്ടോ. അടുത്തതാണ് നേർക്കാഴ്ച. അടുത്ത പദ്ധതിയുടെ പേരാണ് നേർക്കാഴ്ച. നേർക്കാഴ്ച പദ്ധതിയുടെ പ്രത്യേകത എല്ലാവർക്കും നേത്ര ആരോഗ്യം എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാനത്തെ എല്ലാ കുടുംബങ്ങളുടെയും കാഴ്ച പരിശോധന വിധേയരാകുന്ന പദ്ധതി. എല്ലാവർക്കും നേത്ര ആരോഗ്യം എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാനത്തെ എല്ലാ കുടുംബങ്ങളെയും കാഴ്ച പരിശോധനയ്ക്ക് വിധേയരാക്കുന്ന പദ്ധതിയാണ് ഏത്? നേർക്കാഴ്ച എന്ന് പറയുന്നത്. ശലഭം എന്തായിരുന്നു? ജനിച്ച് 24 മണിക്കൂറിനുള്ളിൽ നവജാത ശിശുക്കളിൽ പരിശോധന നടത്തി വൈകല്യങ്ങൾ കണ്ടെത്താൻ സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ശലഭം. ശ്രുതി തരംഗം എന്തായിരുന്നു? കേൾവി വൈകല്യമുള്ള കുട്ടികൾക്ക് സൗജന്യ കോക്ലിയർ ശസ്ത്രക്രിയ സഹായം നൽകുന്ന പദ്ധതിയാണ് ശ്രുതി തരംഗം എന്ന് പറയുന്നത്. ഹൃദ്യം എന്തായിരുന്നു? നവജാത ശിശുക്കൾ മുതൽ 18 വയസ്സ് വരെയുള്ള കുട്ടികളിൽ ഹൃദയ സംബന്ധമായ അസുഖങ്ങൾക്കുള്ള സൗജന്യ ചികിത്സാ പദ്ധതിയാണ് എന്തായിരുന്നു? നേർക്കാഴ്ച. എല്ലാവർക്കും നേത്ര ആരോഗ്യം എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാനത്തെ എല്ലാ കുടുംബങ്ങളെയും കാഴ്ച പരിശോധനയ്ക്ക് വിധേയരാക്കുന്ന പദ്ധതിയായിരുന്നു ഏത്? നേർക്കാഴ്ച എന്ന് പറയുന്നത്. ഇനി മറ്റു പദ്ധതികൾ നമുക്കൊന്ന് നോക്കാം കേട്ടോ. അങ്കണമാണ് ഒന്ന്. അങ്കണം എന്താണ്? അങ്കണം പദ്ധതിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് അങ്കണം പദ്ധതി പ്രത്യേകത സംസ്ഥാനത്തെ അംഗനവാടി ജീവനക്കാരുടെ ഇൻഷുറൻസ് പദ്ധതി. സംസ്ഥാനത്തെ അംഗനവാടി ജീവനക്കാർക്കുള്ള ഇൻഷുറൻസ് പദ്ധതിയാണേത്? അങ്കണം എന്ന് പറയുന്നത്. മറ്റൊന്നായിരുന്നു സാന്ത്വനം. എന്തായിരുന്നു സാന്ത്വനം പദ്ധതിയുടെ പ്രത്യേകത? വീടുകളിലെത്തി രക്തപരിശോധന ഉൾപ്പെടെ നടത്തുന്ന കുടുംബശ്രീയുടെ ആരോഗ്യ പരിവാഹൻ പദ്ധതി. വീടുകളിലെത്തി രക്തപരിശോധന ഉൾപ്പെടെ നടത്തുന്ന കുടുംബശ്രീയുടെ പദ്ധതിയാണ് ഏത്? സാന്ത്വനം എന്ന് പറയുന്നത്. മറ്റൊന്നാണ് കാരുണ്യ പദ്ധതി. കാരുണ്യ ലോട്ടറി കേട്ടിട്ടുണ്ടല്ലേ? കാരുണ്യ പദ്ധതി പ്രത്യേകത എന്താ? നിർധന രോഗികളുടെ ചികിത്സാ സഹായത്തിനായി കേരള സർക്കാർ ആരംഭിച്ച ലോട്ടറി. രോഗികളുടെ ചികിത്സാ സഹായത്തിനായി കേരള സർക്കാർ ആരംഭിച്ച ലോട്ടറിയാണ് ഏത്? കാരുണ്യ എന്ന് പറയുന്നത്. ഇനി മറ്റൊന്നാണ് ജനനി ജന്മരക്ഷ. ജനനി ജന്മരക്ഷാ പദ്ധതി. എന്താ ജനനി ജന്മരക്ഷാ പദ്ധതി? കേരളത്തിലെ പട്ടികവർഗക്കാരായ ഗർഭിണികൾക്കും അമ്മമാർക്കും പോഷകാഹാര ധനസഹായം നൽകുന്ന സർക്കാർ പദ്ധതി. കേരളത്തിലെ പട്ടികവർഗക്കാരായ ഗർഭിണികൾക്കും അമ്മമാർക്കും പോഷകാഹാരത്തിന് ധനസഹായം നൽകുന്ന സർക്കാർ പദ്ധതിയാണ് ജനനി ജന്മരക്ഷ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണെന്ന് അങ്കണം എന്ന് പറഞ്ഞാൽ വാക്കിൽ തന്നെ ഉണ്ടല്ലേ? സംസ്ഥാന അംഗനവാടി ജീവനക്കാർക്ക് നൽകുന്ന ഇൻഷുറൻസ് പദ്ധതി. സാന്ത്വനം ഉണ്ടായിരുന്നു. എന്താണ് സാന്ത്വനം പദ്ധതി? വീടുകളിലെത്തി രക്തപരിശോധന ഉൾപ്പെടെ നടത്തുന്ന കുടുംബശ്രീയുടെ ആരോഗ്യ പദ്ധതിയാണത്. മറ്റൊന്നാണ് കാരുണ്യ. നിർധന രോഗികളുടെ ചികിത്സ സഹായത്തിനായി കേരള സർക്കാർ ആരംഭിച്ച ലോട്ടറിയാണ് കാരുണ്യ. മറ്റൊന്നാണ് ജനനി ജന്മരക്ഷ. കേരളത്തിലെ പട്ടികവർഗക്കാരായ ഗർഭിണികൾക്കും അമ്മമാർക്കും പോഷകാഹാരത്തിന് ധനസഹായം നൽകുന്ന സർക്കാർ പദ്ധതിയാണ് ജനനി ജന്മരക്ഷ എന്ന് പറയുന്നത്. അടുത്ത പദ്ധതി നമുക്ക് പരിചയപ്പെടാം. അടുത്തതാണ് കനിവ് എന്ന് പറയുന്നത്. കനിവ് ഈ പദ്ധതിയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കനിവ് വീടുകളിൽ ഒറ്റപ്പെട്ട് കഴിയുന്ന കിടപ്പു രോഗികൾ എന്നിവർക്ക് ഭക്ഷണം, മരുന്ന്, പരിചരണം എന്നിവ നൽകുന്ന വേണ്ടിയുള്ള സർക്കാർ പദ്ധതി. വീടുകളിൽ ഒറ്റപ്പെട്ട് കഴിയുന്നവർക്കോ അല്ലെങ്കിൽ കിടപ്പു രോഗികൾക്ക് എന്നിവർക്ക് ഭക്ഷണം, മരുന്ന്, പരിചരണം തുടങ്ങി നൽകുന്ന പദ്ധതിയാണേത്? കനിവ് എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് സുഹൃതം പദ്ധതി.
കേരള സർക്കാരിന്റെ സുഹൃതം പദ്ധതി. എന്താണ് സുഹൃതം പദ്ധതി പ്രത്യേകത? കേരള സർക്കാരിന്റെ സൗജന്യ ക്യാൻസർ ചികിത്സാ പദ്ധതിയാണ്. കേരള സർക്കാരിന്റെ സൗജന്യ ക്യാൻസർ ചികിത്സാ പദ്ധതിയാണ് സുഹൃതം എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് ആയുർദളം. ആയുർദളം എന്താണ് ആയുർദളത്തിന്റെ പ്രത്യേകത? എയ്ഡ്സ് ബോധവൽക്കരണത്തിനായുള്ള കേരള സർക്കാർ പദ്ധതി. എയ്ഡ്സ് ബോധവൽക്കരണത്തിനായുള്ള കേരള സർക്കാർ പദ്ധതിയാണ് ഏത്? നമ്മുടെ ആയുർദളം എന്ന് പറയുന്നത്. മറ്റൊന്നാണ് വയോമിത്രം. വയോമിത്രം വയോമിത്രത്തിന്റെ പ്രത്യേകത എന്താ? 65 വയസ്സിന് മുകളിലുള്ളവർക്ക് വേണ്ടി കേരള സർക്കാർ നടപ്പിലാക്കുന്ന ആരോഗ്യ ഇൻഷുറൻസ് സുരക്ഷാ പദ്ധതി. 65 വയസ്സിന് മുകളിലുള്ളവർക്ക് വേണ്ടി കേരള സർക്കാർ നടപ്പിലാക്കുന്ന ആരോഗ്യ സുരക്ഷാ പദ്ധതിയാണ് ഏത്? വയോമിത്രം എന്ന് പറയുന്നത്. അപ്പോൾ കനിവിന്റെ പ്രത്യേകത എന്തായിരുന്നു? കനിവ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വീടുകളിൽ ഒറ്റപ്പെട്ട് കഴിയുന്ന കിടപ്പ് രോഗികൾ എന്നിവർക്ക് ഭക്ഷണം, മരുന്ന്, പരിചരണം എന്നിവ നൽകുന്നതാണ് ഏത്? കനിവ് എന്ന് പറയുന്നത്. എന്തായിരുന്നു സുഹൃതം പദ്ധതിയുടെ പ്രത്യേകത? കേരള സർക്കാരിന്റെ സൗജന്യ ക്യാൻസർ ചികിത്സാ പദ്ധതിയാണ് സുഹൃതം. എന്തായിരുന്നു ആയുർദളം? എയ്ഡ്സ് ബോധവൽക്കരണത്തിനായുള്ള കേരള സർക്കാർ പദ്ധതിയായിരുന്നു ആയുർദളം. എന്തായിരുന്നു വയോമിത്രം എന്ന് പറഞ്ഞ? 65 വയസ്സിന് മുകളിലുള്ളവർക്ക് വേണ്ടി കേരള സർക്കാർ നടപ്പിലാക്കുന്ന ആരോഗ്യ സുരക്ഷാ പദ്ധതിയായിരുന്നു ഏത്? വയോമിത്രം എന്ന് പറയുന്നത്. ഇനി കുറച്ച് പദ്ധതികൾ കൂടെ ഉണ്ട്. അതിലൊന്നാണ് കാതോരം. കാതോരം പദ്ധതി പ്രത്യേകത എന്താ? കേൾവി തകരാറുള്ള കുട്ടികളെ സഹായിക്കുന്നതിന് സാമൂഹ്യ നീതി വകുപ്പ് ആരംഭിച്ച പദ്ധതി. കേൾവി തകരാറുള്ള കുട്ടികളെ സഹായിക്കുന്നതിന് സാമൂഹ്യ നീതി വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് ഏത്? കാതോരം എന്ന് പറയുന്നത്. മറ്റൊന്നാണ് ബാലമുകുളം. ബാലമുകുളം പദ്ധതി പ്രത്യേകത എന്താ? സ്കൂൾ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള ആയുർവേദ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതി. സ്കൂൾ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ആയുർവേദ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഇത് ബാലമുകുളം. മറ്റൊന്നാണ് സഹിതം. സഹിതം പദ്ധതി വിദ്യാർത്ഥികളുടെ അക്കാദമിക് മികവിനൊപ്പം മാനസിക പിരിമുറുക്കം കുറയ്ക്കുന്നതിനായി വിദ്യാഭ്യാസ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതി. വിദ്യാർത്ഥികളുടെ അക്കാദമിക് മികവിനോടൊപ്പം മാനസിക പിരിമുറുക്കം കുറയ്ക്കുന്നതിനായി വിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് ഏത്? സഹിതം എന്ന് പറയുന്നത്. മറ്റൊന്നാണ് ശുഭയാത്ര. ശുഭയാത്ര പ്രത്യേകത എന്താ? കേരള സംസ്ഥാന വികലാംഗ ക്ഷേമ കോർപ്പറേഷൻ നടപ്പിലാക്കുന്ന ചലന വൈകല്യമുള്ളവർക്കുള്ള ഹൈടെക് വീൽ ചെയർ പദ്ധതി. കേരള സംസ്ഥാന വികലാംഗ ക്ഷേമ കോർപ്പറേഷൻ നടപ്പിലാക്കുന്ന ചലന വൈകല്യമുള്ളവർക്കുള്ള ഹൈടെക് വീൽ ചെയർ പദ്ധതിയാണ് ഏത്? ശുഭയാത്ര എന്ന് പറയുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് കാതോരത്തിന്റെ പ്രത്യേകത? എന്തായിരുന്നു? കേൾവി തകരാറുള്ള കുട്ടികളെ സഹായിക്കുന്ന സാമൂഹ്യ നീതി വകുപ്പിന്റെ പദ്ധതിയാണ് ഏത്? കാതോരം എന്ന് പറയുന്നത്. ബാലമുകുളം എന്തായിരുന്നു? സ്കൂൾ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ആയുർവേദ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ബാലമുകുളം. സഹിതം എന്തായിരുന്നു? വിദ്യാർത്ഥികളുടെ അക്കാദമിക് മികവിനൊപ്പം മാനസിക പിരിമുറുക്കം കുറയ്ക്കുന്നതിനായി വിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് ഏത്? അപ്പോൾ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ആയുർവേദ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയായിരുന്നു ബാലമുകുളം. സഹിതം എന്തായിരുന്നു? വിദ്യാർത്ഥികൾക്ക് അക്കാദമിക് മികവിനൊപ്പം മാനസിക പിരിമുറുക്കം കുറയ്ക്കുന്നതിന് വിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് സഹിതം എന്ന് പറയുന്നത്. മറ്റൊന്നായിരുന്നു ശുഭയാത്ര. ശുഭയാത്ര പ്രത്യേകത എന്താ? കേരള സംസ്ഥാന വികലാംഗ ക്ഷേമ കോർപ്പറേഷൻ നടപ്പിലാക്കുന്ന ചലന വൈകല്യമുള്ളവർക്കുള്ള ഹൈടെക് വീൽ ചെയർ പദ്ധതിയാണ് ശുഭയാത്ര എന്ന് പറയുന്നത്. അടുത്തത് ആശ്വാസമാണ് കേട്ടോ. അടുത്തത് ആശ്വാസം പദ്ധതിയാണ്. ആശ്വാസം പദ്ധതി പ്രത്യേകത എന്താ? മാസത്തിൽ ഒരു തവണയെങ്കിലും ഡയാലിസിസിന് വിധേയരാകുന്ന BPL വിഭാഗക്കാർക്ക് നൽകുന്ന ധനസഹായ പദ്ധതി. മാസത്തിൽ ഒരു തവണയെങ്കിലും ഡയാലിസിസിന് വിധേയരാകുന്ന BPL വിഭാഗക്കാർക്ക് നൽകുന്ന ധനസഹായ പദ്ധതിയാണ് ആശ്വാസം എന്ന് പറയുന്ന പദ്ധതി കേട്ടോ. ഇനി ക്യാൻസർ സുരക്ഷിത കേരളം. ക്യാൻസർ സുരക്ഷിത കേരളം.
കേരളത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളെയും ഉൾക്കൊള്ളിച്ചിട്ടുള്ള അർബുദ പരിശോധന പദ്ധതി. കേരളത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളെയും ഉൾക്കൊള്ളിച്ചിട്ടുള്ള അർബുദ പരിശോധന പദ്ധതിയാണ് ക്യാൻസർ സുരക്ഷിത കേരളം എന്ന് പറയുന്നത്. മറ്റൊന്നാണ് കുഷ്ഠം. കുഷ്ഠം മറ്റൊരു പ്രത്യേകത, ഏത് രോഗനിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ട് ആരോഗ്യവകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് എൽസ. ഏതാണ്? കുഷ്ഠം പദ്ധതിയുമായി ബന്ധപ്പെട്ടതാണ് കേട്ടോ. അപ്പോൾ എൽസ ഏതുമായി ബന്ധപ്പെട്ടതാണ്? കുഷ്ഠം പദ്ധതിയുമായി ബന്ധപ്പെട്ടതാണ് നമ്മുടെ എൽസ എന്ന് പറയുന്ന പദ്ധതി. മറ്റൊന്നാണ് അരികെ. അരികയുടെ പ്രത്യേകത എന്താണ്? സമഗ്ര പാലിയേറ്റീവ് വയോജന പരിചരണത്തിലുള്ള സംസ്ഥാന ആരോഗ്യവകുപ്പ് തയ്യാറാക്കിയ പദ്ധതി. സമഗ്ര പാലിയേറ്റീവ് വയോജന പരിചരണത്തിനായി സംസ്ഥാന ആരോഗ്യവകുപ്പ് തയ്യാറാക്കിയ പദ്ധതിയാണ് ഏത്? അരികെ എന്ന് പറയുന്നത്. അപ്പോൾ ആശ്വാസം പദ്ധതിയുടെ പ്രത്യേകത എന്തായിരുന്നു? മാസത്തിൽ ഒരു തവണയെങ്കിലും ഡയാലിസിസ് വിധേയരാകുന്ന BPL വിഭാഗക്കാർക്ക് നൽകുന്ന ധനസഹായ പദ്ധതിയാണ് ഏത്? ആശ്വാസം എന്ന് പറയുന്നത്. മറ്റൊന്നായിരുന്നു ക്യാൻസർ സുരക്ഷിത കേരളം. കേരളത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളെയും ഉൾക്കൊള്ളിച്ചിട്ടുള്ള അർബുദ പരിശോധന പദ്ധതിയാണത്. മറ്റൊന്നാണ് കുഷ്ഠം എന്ന് പറയുന്നത്. കുഷ്ഠം പദ്ധതി എൽസ എന്ന് പറയുന്ന ടെസ്റ്റ് എന്തുമായി ബന്ധപ്പെട്ടതാണ്? കുഷ്ഠമായി ബന്ധപ്പെട്ടതാണ്. മറ്റൊന്നാണ് അരികെ എന്ന് പറഞ്ഞ പദ്ധതി. സമഗ്ര പാലിയേറ്റീവ് വയോജന പരിചരണത്തിനായി സംസ്ഥാന ആരോഗ്യവകുപ്പ് തയ്യാറാക്കിയ പദ്ധതിയാണ് ഏത്? അരികെ എന്ന് പറയുന്ന പദ്ധതി. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ